തങ്ങളുടെ രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്താം എന്ന് അമേരിക്ക കരുതേണ്ടെന്ന ശക്തമായ മുന്നറിയിപ്പുമായാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി രംഗത്ത് വന്നത്. ഇറാനെ നേരിടുമ്പോൾ ഭീഷണികൾക്ക് ഒരിക്കലും ഒന്നും നേടാനാവില്ലെന്ന് അമേരിക്ക അറിയണം. ഇറാൻ രാഷ്ട്രത്തിനെതിരെ എന്തെങ്കിലും ദ്രോഹകരമായ പ്രവൃത്തി ചെയ്താൽ അവർക്ക് കനത്ത പ്രഹരം ലഭിക്കുമെന്ന് യുഎസും മറ്റുള്ളവരും അറിയണം. യമനിൽ പോരാടുന്ന ഹൂത്തികളെയും ലബനാനിലെ ഹിസ്ബുള്ളയെയും മറ്റ് ഗ്രൂപ്പുകളെയും ഇറാന്റെ പ്രോക്സികളായി കണക്കാക്കുന്നത് അവസാനിപ്പിക്കണം. ഇത് പാശ്ചാത്യർക്ക് സംഭവിച്ച വലിയ പിഴവാണ്. ഇത് അപമാനകരമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ പ്രോക്സികൾ എന്ന് മുദ്ര കുത്തുന്നത്? യമനിലെ ജനങ്ങൾക്കും മേഖലയിലെ റെസിഡൻസ് സെന്ററുകൾക്കും സയനിസ്റ്റുകൾക്കെതിരെ നിലകൊള്ളാൻ ആത്യന്തിക ലക്ഷ്യങ്ങളുണ്ട്. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് പ്രോക്സികളുടെ ആവശ്യമില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്, അവരുടേതും അങ്ങനെ തന്നെ എന്നും ഖുമൈനി ഓർമ്മിപ്പിച്ചു. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രൂരവും അടിച്ചമർത്തുന്നതുമായ പ്രവൃത്തികൾക്കെതിരായ സ്ഥിരതയും പ്രതിരോധവും ഈ മേഖലയിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു വിഷയമാണ്. ഫലസ്തീൻ ആദ്യമായി അധിനിവേശം ചെയ്യപ്പെട്ടപ്പോൾ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനെതിരെ നിലകൊണ്ട രാജ്യങ്ങളിൽ ഒന്നായിരുന്നു യമൻ എന്നും അക്കാലത്തെ അവിടുത്തെ ഭരണാധികാരി ഫലസ്തീൻ അധിനിവേശത്തെ എതിർക്കുന്നതിനായി ഒരു അന്താരാഷ്ട്ര അസംബ്ലിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഫലസ്തീന് അനുകൂലമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർവകലാശാല ധനസഹായം വെട്ടിക്കുറക്കുന്നത് പോലുള്ള നടപടികളിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ തിരിയുകയാണ്. ഇത് വിവരങ്ങളുടെ സ്വതന്ത്രമായ ഒഴുക്ക്, ലിബറലിസം, മനുഷ്യാവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവരുടെ അവകാശങ്ങളുടെ പ്രതിഫലനം കൂടിയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ദുഷ്ടതയോടുള്ള രാഷ്ട്രങ്ങളുടെ എതിർപ്പിനെയും ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും അവർ ചെറുത്തു നിൽക്കുന്നതിനെയും ഖമേനി അടിവരയിട്ടു. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കും ഈ ദുഷ്ടതയ്ക്കെതിരെ ഉറച്ചു നിൽക്കുന്നു. കൂടാതെ അവരുടെ രാജ്യങ്ങളെ സംരക്ഷിക്കുന്ന ഫലസ്തീൻ, ലബനൻ പോരാളികളെ പിന്തുണക്കുക എന്ന സ്ഥിരമായ നിലപാടും സമീപനവും വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഞങ്ങൾ ഒരിക്കലും ആരുമായും സംഘർഷത്തിനോ ഏറ്റുമുട്ടലിനോ തുടക്കമിട്ടിട്ടില്ല. എന്നിരുന്നാലും ആരെങ്കിലും ദ്രോഹബുദ്ധിയോടെ പ്രവർത്തിക്കുകയും പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്താൽ അവർക്ക് കടുത്ത പ്രഹരങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ വിജയം സത്യത്തിന് തന്നെയായിരിക്കും. വിശുദ്ധ പ്രതിരോധ സമയത്ത് ഈ ദിവ്യ പാരമ്പര്യം പ്രകടമായതുപോലെ ഈ പാതയിലൂടെ ത്യാഗങ്ങൾ ചെയ്യാൻ കഴിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞൊരു വർഷത്തിനിടെ പ്രമുഖ വ്യക്തികളുടെ നഷ്ടത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഈ കൈപ്പേറിയ സംഭവങ്ങൾ സഹിച്ചുകൊണ്ട് സ്ഥിരത പുലർത്തുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുന്നതിൻ്റെ ആത്യന്തിക ഫലം ശത്രുക്കളുടെ, പ്രത്യേകിച്ച് അഴിമതിക്കാരും ദുഷ്ടരും നീചരുമായ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ പരാജയമാണെന്ന് ഖമേനി പ്രസ്താവിച്ചു. വെല്ലുവിളി നിറഞ്ഞ 1403 വർഷത്തിൽ രാജ്യത്തിന്റെ ആത്മീയ ശക്തി, ക്ഷമ, ധൈര്യം, ധീരത എന്നിവ ശ്രദ്ധേയമായി പ്രകടമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദൈവത്തിലേക്കെടുക്കുവാൻ വിശുദ്ധ റമളാനിൽ കൂടുതൽ പര്യാപ്തരാവണം. പ്രാർത്ഥനയും ത്യാഗവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുമെന്നും പറഞ്ഞാണ് ഖുമൈനി തന്റെ വെള്ളിയാഴ്ച പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം.